എല്ലാ കൂട്ടുകാർക്കും നഹുൽ വാളി 3-ാം ഭാഗത്തിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അറബി ഭാഷയിൽ 2 കോൺസെപ്റ്റുകളുണ്ട്. ക്രിയകൾ 2 വിധമാണ്. ക്രിയകൾ എന്ന് പറഞ്ഞാൽ ഫീലുകൾ എന്ന് അറിയാലോ, പോകുക, വരിക, ഇരിക്കുക, പഠിക്കുക, അതിനുള്ള ഫീൽ അറിയാം. വെർബ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്വഹീഹായത്, 2 മുഅത്തല്ലായത്. സ്വഹീഹ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? ആരോഗ്യമുള്ളതെന്നാണ്. അറബിയിൽ ആരോഗ്യമുള്ള ക്രിയ ഉണ്ട്. ആരോഗ്യമുള്ള ക്രിയ എന്ന് അത്രയേ ഉള്ളൂ, അലിഫും വാവും യാവും വരാത്തത്. ഇനി ആരോഗ്യമില്ലാത്ത ഫീലുണ്ട്. ആരോഗ്യമില്ലാത്ത ഫീലാണ് മുഅത്തല്, രോഗിയായ ഫീല്. രോഗിയായ ഫീല് പറഞ്ഞാൽ രോഗിയായ അക്ഷരങ്ങളുള്ളത്. രോഗിയായ അക്ഷരങ്ങൾ പറഞ്ഞാൽ അലിഫും വാവും യാവും വന്ന ഫീലിന് എന്ത് പറയും? മുഅത്തലായ ഫീൽ എന്ന് പറയും. ആദ്യം നമ്മൾ സ്വഹീഹായ ഫീല് പഠിക്കുകയാണ്. സ്വഹീഹായ ഫീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് അക്ഷരങ്ങൾ സ്വഹീഹാക്കണം. ബേസിക് അക്ഷരം. ഇപ്പോൾ ഫഅല എന്ന് പറഞ്ഞു, കത്തബ എന്ന് പറഞ്ഞു, അലിമ എന്ന് പറഞ്ഞു. ഈ 3 ബേസിക് അക്ഷരങ്ങൾ സ്വഹീഹാണ്. അതിൽ അലിഫും വാവും യാവും വന്നിട്ടില്ല. അലിഫോ വാവോ യാവോ വരാത്ത ഫീലുകൾക്കാണ് സ്വഹീഹ്, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഫീൽ എന്ന് പറയാം. അതിൻ്റെ ബേസിക്കായ അക്ഷരങ്ങൾ സ്വഹീഹായിരിക്കും. മാ കാന കുല്ലു ഹർഫി മിൻ ഹുറൂഫിൽ അസ്ലിയ, അതിൻ്റെ അടിസ്ഥാനപരമായ അക്ഷരങ്ങൾ എന്താണ്? സ്വഹീഹായിരിക്കും. ഇനി ഈ സ്വഹീഹായ ഫീൽ ഉണ്ടല്ലോ, അത് 3 തരമുണ്ട്. ഒന്ന് സാലിമ്, ആരോഗ്യമുള്ള ഫീൽ തന്നെ 3 തരമാണ്. ഒന്ന് സാലിമ്, 2 മഹ്മൂസ്, 3 മുളഅഫ്. സാലിമ് എന്ന് പറഞ്ഞാൽ ഹംസയോ തലഈഫോ വരാത്ത ഫീല്. ഹംസ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? തലഈഫ് പറഞ്ഞാൽ ഇരട്ടിക്കുക. ഇപ്പോൾ ഫറാർന്നു, ഫറ എന്നുള്ളത് സ്വഹീഹായ ഫീലാണ്. പക്ഷേ അതിൽ ഒരു തലഈഫ് വന്നു. 2 തവണ ആവർത്തിച്ചല്ലോ, ഇരട്ടിച്ചു. ഇരട്ടിക്കലൊന്നും ഇല്ലാത്ത ഫീലിനാണ് എന്ത് പറയുക? സാലിമാർ. അപ്പോൾ കത്തബയിൽ ഇരട്ടിക്കലൊന്നും ഇല്ലല്ലോ, ഹംസില്ല, അതിനാണ് സാലിം. അപ്പോൾ സ്വഹീഹായ ഫീലിൽ ഒന്നാണ് സാലിമ്. സാലിമ് എന്ന് പറഞ്ഞാൽ മാക്കാന ഖാലിയൻ, ഖാലിയായത്, ഇല്ലാത്തത്. മിനൽ ഹംസി വ തലഈഫ്, ഹംസയും തലഈഫും വരാത്ത ഫീലിന് എന്താ പറയുക? സാലിമ്. പിന്നെ മഹ്മൂസ് ഉണ്ട്. മഹ്മൂസ് പറഞ്ഞാൽ തന്നെ അതിലുണ്ട് ഹംസ എന്നുണ്ട്. മാക്കാന അഹദു ഹുറൂഫിൽ അസ്ലിയത്തി ഹംസ, അതിലേതെങ്കിലും ഒരു ബേസിക്കായ അക്ഷരം ഹംസയാക്കണം. അപ്പോൾ ഖറഅ എന്നാണ് ഫീല്. ഖറഅ എന്നുള്ളതിലെ ബേസിക്കായ ഒരു അക്ഷരം ഏതാ? ഹംസയാണല്ലോ, അതുകൊണ്ട് അത് മഹ്മൂസാണ്. ഇനി മുളഅഫ്, ഇരട്ടിച്ചത്. മുളഅഫ് എന്ന് പറഞ്ഞാൽ മാക്കാന ഹർഫാഹു സാനി വ സാലിസ്, 2ാമത്തതും 3ാമത്തുമായ ഹർഫുകൾ മീഫി ജിൻസിൻ വാഹിദിൻ, 2ഉം 3ഉം അക്ഷരം ഒരേതാകുക. ഇപ്പോൾ ഫറാർന്നു, ഫറാന ഫരീറ എന്നാണ്, 2 അക്ഷരം ഉണ്ടല്ലോ. ഇനി മുഅത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാലോ? മുഅത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ രോഗികളായ അക്ഷരങ്ങൾ. എന്താ ഈ രോഗികളായ അക്ഷരങ്ങൾ? അലിഫ്, വാവ്, യാ, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ രോഗികളായ അക്ഷരം വന്ന ഫീലിനാണ് എന്ത് പറയുക? മുഅത്തല്ലായ ഫീൽ എന്ന് പറയാം. മാക്കാന ബഅദു ഹുറൂഫിൽ അസ്ലിയ, അസ്ലിയായ ചില അക്ഷരങ്ങൾ ആയതാണ്. മിൻ ഹറുഫിൽ ഇല്ല, ഇല്ലത്തിൻ്റെ അക്ഷരം. ഒരു വെർബിൻ്റെ ബേസിക്കായ അക്ഷരമുണ്ട്, അത് ഇല്ലത്തിൻ്റെ ഹർഫായാലും. ഇല്ലത്തിൻ്റെ ഹർഫ് പറഞ്ഞാൽ അലിഫും വാവും യാവും. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, ഞാൻ ഇപ്പോൾ പറയണം സറുവ എന്നാണ്. സറുവ ഇനി വേണ്ട. വഅദാർന്നു, വഅദ എന്നുള്ള ഈ ആദ്യത്തെ അക്ഷരം ഏതാ? വഅദ എന്ന് പറഞ്ഞ ഫീലിലെ വാവല്ലേ? വാവ് രോഗിയായ അക്ഷരമാണ് അറബിയിൽ, വാ. അങ്ങനെ ആദ്യത്തെ അക്ഷരം തന്നെ രോഗിയാണെങ്കിൽ ആ ഫീലിനാണ് എന്ത് പറയുക? മിസാലായ ഫീല്. എന്താ പറയുക? മിസാല്. എന്താ പറയുക? മിസാൽ എന്നാ പറയുക. അതാണ് അൽ മിസാലു. ഇല്ലത്തിൻ്റെ ഫീലിൻ്റെ 1ാമത്തെ ഇനമാണ് മിസാല്. മിസാല് പറഞ്ഞാൽ 1ാമത്തെ ആൾ ആരാണ്? 1ാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായ. മാക്കാന അവ്വലുഹു ഹർഫു ഇല്ല, 1ാമത്തെ അക്ഷരത്തിന് തന്നെ എന്താണ്? രോഗാണ്. എന്നാ വഅദ കേട്ടോ ഉദാഹരണം. ഇനി അജ്വഫ് ഉണ്ട്, ഇല്ലത്തായ ഫീലിൻ്റെ പെട്ടാണ്. മാക്കാന വസത്തുഹു ഹർഫ ഇല്ല, നടുവത്തെ അക്ഷരം രോഗിയാൽ. ഇപ്പോൾ 1ാമത്തതാണെങ്കിൽ മിസാല്, നടുവത്തെ അക്ഷരം രോഗിയാൽ അജ്വഫ്. മാക്കാന വസത്തുഹു, മിഡിലായാൽ ഹർഫു ഇല്ല, ഇല്ലത്തിൻ്റെ ഹർഫായാൽ. ഇനി വേറൊരാളുണ്ട് നാഖിസായ ഫീല്. നാഖിസായ ഫീല് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം രോഗിയായി. ഒരു ഫീലിലെ അവസാനത്തെ അക്ഷരം ഉദാഹരണം സറുവ.
സർവാർണ മാന്യനായി എന്നാണ്. വാവ് അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി. ഇനി വേറെ രണ്ടാൾക്കാരുണ്ട്, ലഫീഫ് മഫ്റൂഖും ലഫീഫ് മഖ്റൂനും. ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം എന്ത് ചെയ്തു? ഇല്ലത്തിൻ്റെ അർഫായി. ആദ്യത്തെയും അവസാനത്തെയും അവസാനത്തെയും അക്ഷരം അർഫിലായതിന് ഉദാഹരണമാണ് വല്ല എന്ന് പറഞ്ഞു. വല്ല ഇപ്പോൾ അവിടെ വാവും അവസാനം ല എന്ന് പറഞ്ഞ ഹംസയുണ്ട്. വല്ല. അല്ലെങ്കിൽ വശ എന്ന് പറഞ്ഞു. വശ. അവിടേക്ക് എന്താണ്? ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം. അതിനാണ് ലഫീഫ് മഫ്റൂഖ്. മഫ്റൂഖ് പറഞ്ഞാൽ ഡിഫറൻ്റായി കൂടി വന്നത്. ഡിഫറൻ്റാ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി ലഫീഫ് മഖ്റൂനുണ്ട്. മാക്കാന വസത്തുഹു വാഖിറുഹു. നടുത്തെയും അവസാനത്തെയും രോഗിയായ അക്ഷരം. നടുത്ത അക്ഷരവും അവസാനത്തെ അക്ഷരവും രോഗിയായി. അങ്ങനത്തെ ഫീലിനാണ് എന്ത് പറയുക? ലഫീഫ് മഖ്റൂൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഷെരിബ. ഷെരിബ എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹായ ഫീലാണ് അല്ലേ? ഷെരിബ പറഞ്ഞാൽ സ്വഹീഹായ ഫീലാണല്ലോ. എന്നാൽ നാല എന്ന് പറഞ്ഞു, കണ്ടോ? നാല നടുത്ത അക്ഷരം ഇല്ലത്തിൻ്റെ അർഫായില്ലേ? നടുത്തെ. റമ എന്ന് പറഞ്ഞു, അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അർഫായി. വ എന്ന് പറഞ്ഞോണ്ടോ? വ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരവും ഇല്ലത്തിൻ്റെ അർഫായി. എന്നു നോക്കൂ, അവസാനത്തെ രണ്ടക്ഷരം ഇല്ലത്തിൻ്റെ അർഫായതാണ് ലവ. ലഫീഫ് മഖ്റൂന്. മഖ്റൂന് ലവ. വാവും യാവും. ഇനി പിന്നെ വേറെ നോക്കൂ, ത്വവ അവ. അതൊക്കെ ഇനി വക്ക നോക്കിക്കൂ. വക്ക ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അർഫായതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പിന്നെ ഡെഫിനിഷൻ. എല്ലാ പരീക്ഷകൾക്കും ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. എന്താണ് മിസാല്, എന്താണ് അജ്വഫ്? മിസാലിന് ഒന്നാം റാങ്കാന്ന് പഠിച്ചായി. ഒന്നാമത്തെ അക്ഷരമാണ് മിസാല് അല്ലേ? അജ്വഫ് പറഞ്ഞാൽ നടുത്ത അക്ഷരമാണ്. മിസാല് ഒന്നാം സ്ഥാനം. അപ്പോൾ ഒന്നാമത്തെ അക്ഷരം പിന്നെ അർഫുലില്ലത്ത എന്ന് പഠിച്ചേക്കാം. അജ്വഫ് നടുത്ത അക്ഷരമാണ്. ലഫീഫ് മഫ്റൂഖാവുമ്പോൾ ആദ്യത്തെ അവസാനത്തെയാണ്. ലഫീഫ് മഖ്റൂനാവുമ്പോൾ നടുത്തി അവസാനത്തെയാണ് ഇല്ലത്തിൻ്റെ അർഫ്. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. പലതവണ ഈ ചെറിയ ചെറിയ ഡെഫിനിഷൻസൊക്കെ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. ഇത് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ല, നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പല തവണ പഠിക്കുക. ഈ നാക്കിസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അർഫായലാണ് നാക്കിസ്. അത് മറക്കരുത്. അതിനെക്കുറിച്ചാണ് ഇനി വരാൻ പോണ പാഠങ്ങളുള്ളത്.